ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് സക്രുവിന്റെ മുറി പഴയതുപോലെ തന്നെ റീമോഡൽ ചെയ്തിരിക്കുന്ന സുഹ്യുവിനെയാണ്. അവൻ തന്റെ പേരൻസിന്റെ വീട്ടിലേക്ക് താമസവും മാറ്റിയിരുന്നു. അവന്റെ പേരൻസ് വളരെ ബിസിയായ എംപ്ലോയീസ് ആയിരുന്നു. ഹൈസ്കൂൾ സമയത്ത് ദേശീയ ടീമിൽ കയറാനുള്ള മത്സരത്തിന് പോലും വരാൻ കഴിയാത്ത വിധം ബിസിയായിരുന്നു അവർ. അന്ന് അവനെ എൻകറേജ് ചെയ്യാൻ അവിടെ സുക്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവിടെ കിടന്ന് ഉറക്കെ അവന്റെ പേര് വിളിച്ചു പോവുമായിരുന്നു. എന്തായാലും നമ്മുടെ പയ്യൻ ആ മത്സരത്തിൽ ഫസ്റ്റ് പ്ലേസിൽ തന്നെ വരുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായി താഴേക്ക് വന്നതും അമ്മ അവനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. നമ്മൾ മൂന്നുപേര് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് നല്ലതല്ലേ? ഒരുപാട് കാലമായില്ലേ? നീ എന്തായാലും ഇവിടേക്ക് താമസിക്കാൻ വന്നത് നന്നായി മോനെ. എന്നാൽ ജോലിക്ക് പോകാൻ എളുപ്പമാതാ. ഇനി തൊട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞാനത് സാധാരണ കഴിക്കാറില്ല. സത്യത്തിൽ അച്ഛനും അമ്മയും മകനും തമ്മിൽ വലിയ പറയത്തക്ക വിധമുള്ള ഒരു ആത്മബന്ധമൊന്നും ഇല്ലായിരുന്നു. എന്റെ കുഞ്ഞുനാൾ മുതലേ അവർ രണ്ടുപേരും ജോലിക്കാരിയുമായി പുറത്തായിരുന്നല്ലോ. സുപ്രവിന്റെ അച്ഛനും അമ്മയും ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു. ഈ സത്യത്തിൽ നമ്മുടെ മോളെ അവളുടെ വഴിക്ക് വിടാൻ തീരുമാനിച്ചോ? അതെ, എനിക്കുറപ്പുണ്ട് അവൾക്ക് ഭാവിയെക്കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അതെ, സത്യത്തിൽ അവൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഒഴിവ് സമയം എങ്ങനെ ചെലവാക്കണമെന്നതിനെ കുറിച്ചായിരുന്നു ആ പ്ലാൻ എന്ന് മാത്രം. ഓരോ ദിവസവും കൃത്യമണിക്കൂറുകൾ അവൾ ഉറങ്ങാനും ചുമ്മാ വായി നോക്കിയിരിക്കാനും ടി വി കാണാനും ഒക്കെ കൃത്യമായി വിഭജിച്ചുകൊണ്ടിരുന്നു. ഹലോ, ബൈ. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി കൂടി കോമിക് ബുക്ക് വായിക്കാൻ വരുന്നോ? കുലിയോളോ, എനിക്കൊന്നും അതിന് സമയമില്ലെന്നേ. അവൻ കോൾ കട്ട് ചെയ്യുന്നു. സത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് അവൻ നല്ല തിരക്കായിരുന്നു. അവന് പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അവളുടെ കൂടെ കോമിക് കടയിൽ ബുക്ക് വായിക്കാൻ വന്നത് മോവുമാണ്. കുറച്ചു കഴിഞ്ഞതും ദാ വരുന്നു നമ്മുടെ സുങ്ഹ്യു. അവർ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്ക് കുറച്ച് കറങ്ങിയാലോ? എന്നാൽ അവർക്ക് രണ്ടുപേർക്ക് സമയമില്ലായിരുന്നു. പിറ്റേന്ന് കടയിലിരിക്കുമ്പോഴാണ് ഒരു ഹൈസ്കൂളിലെ ക്ലാസ് ടീച്ചർ ഫുഡ് ഓർഡർ ചെയ്യാനായി അങ്ങോട്ടേക്ക് വന്നത് സുക്രി കണ്ടത്. അവൾ ഓർഡർ ചെയ്ത ഫുഡ് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ അവളും സ്കൂളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇതാ അവിടെയുള്ള ജിമ്മിന്റെ അടുത്തുള്ള ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ സിംഹ്യോ. എന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ട സന്തോഷത്തിലായിരുന്നു ടീച്ചർ. ഓ, അപ്പൊ മോൻ ഇവിടുത്തെ ജിം റീമോഡലിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണല്ലേ? അതെ മിസ്. അതെങ്ങനെ ശരിയാകും മിസ്? ഇവനിവിടെ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് പിടിപാട് ഉപയോഗിച്ച് ജയിക്കാൻ സാധ്യതയില്ലേ? നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ സുക്രു. ഞങ്ങളല്ല, മറ്റൊരു കൗൺസിലാണ് വിജയെ തിരഞ്ഞെടുക്കുക. സോ ഇറ്റ് ഈസ് ഫെയർ. സിംഹ ജിം നോക്കാനായി പോയ ശേഷം ടീച്ചർ സുക്രുവിനോട് യു.എസിലെ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഇവിടുത്തെ കുട്ടികളെ കണ്ടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. അവർക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. അവൾ അതിന് സമ്മതിക്കുന്നു. ക്ലാസ്സിലെത്തിയതും അവളോട് കുട്ടികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ അതിന്റെ അവസാന ചോദ്യം അവളെ കുഴിപ്പിച്ചു കളയുന്നു. വീട്ടിൽ ആ ജോബായിരുന്നു ചേച്ചിയുടെ ഡ്രീം? അവൾക്ക് ഒരു ഉത്തരം അതിനില്ലായിരുന്നു. പുറത്തേക്കിറങ്ങി അവളെയും കൊണ്ട് സിംഹ സ്കൂളിന് പുറകിലുള്ള കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരിടത്തായി അവർ കുഴിച്ചു നോക്കാൻ തുടങ്ങുന്നു. അത് ഇവിടെ എവിടെയോ ആരെന്നോ എനിക്ക് ഉറപ്പാ. നീ ഇത് തന്നെയാ കഴിഞ്ഞ അരമണിക്കൂറെ പറയുന്നേ. നീയല്ലേ പണ്ടിതൊരു ടൈം ക്യാപ്സ്യൂൾ ആണ്, 10 വർഷം കഴിഞ്ഞ് നമുക്കത് എടുത്തു നോക്കാം, ലെറ്റർ ആണ് എന്നൊക്കെ. ഇതിപ്പോ 10 വർഷമൊക്കെ കഴിഞ്ഞ്. നീ ഇരുന്നങ്ങ് നോക്കിക്കോ, എനിക്കൊന്നും വയ്യ. അവൾ എഴുന്നേറ്റ് പോകുന്നു. അവനും അവളുടെ പുറകെ പോകുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ കയ്യിൽ വേദന പോകാനുള്ള മരുന്ന് വിട്ട് കുറച്ച് പെട്ടി മടക്കുന്നത് അവൾ കാണുന്നത്. അവൾ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അമ്മ സമ്മതിക്കുന്നില്ല. അവളുടെ അനിയനാകട്ടെ പേഴ്സണൽ ട്രെയിനർ ആകാനുള്ള ട്രെയിനിങ്ങിലായിരുന്നു. കൂടാതെ അവനൊരു പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടതോടെ താൻ ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ കുത്തിയിരിക്കുന്നത് ശരിയാണോ എന്ന ചിന്ത അവളിൽ ഉണ്ടായി തുടങ്ങുന്നു. രാത്രി താൻ എടുത്ത ജിമ്മിന്റെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സിംഹ്യോ. അവിടെയായിരുന്നു അവൻ മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്ന സ്വിമ്മിംഗ് പൂളും. ഇതല്ലേ നീ നീന്തി തുടിച്ചിരുന്ന സ്വിമ്മിംഗ് പൂൾ? അതെ. അത് നോക്കി പഴയ കാര്യങ്ങൾ അയവിറക്കാതെ. നാളെ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ ക്ലയൻസിനെ കാണാനുള്ളതാ, അതിന് കാര്യം നോക്കുക. ഇന്ന് രാവിലെ തന്നെ മോമിന് ഒരു എമർജൻസി വർക്ക് ഉണ്ടായിരുന്നു. ജെന്നി വന്ന് വീണൊരു കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി അവളൊരു വലിയ ബ്ലോക്കിൽ പെട്ടുപോകുന്നു. അവൾ സ്പീക്കറിലൂടെ എമർജൻസിയാണ്, വഴി ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്നാണ് കുറച്ച് മുന്നേ കിടന്ന ഒരു കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന കാറുകൾ ഒതുക്കിയിടാൻ പറയുന്നത് അവൾ കണ്ടത്. അയാൾ ഒരുക്കി തന്ന വഴിയിലൂടെ പോകുമ്പോൾ ടീഷർട്ടിൽ എഴുതിയ ഐ ലവ് മഡ് ഫ്ലാറ്റ്സ് എന്നത് മാത്രമാണ് മോമിന് വായിക്കാൻ കഴിഞ്ഞത്. അന്ന് ക്ലയൻസുമായി നടന്ന മീറ്റിംഗിൽ ഒട്ടും സംതൃപ്തനായിരുന്നില്ല സിംഹ്യോ. ഞാനിത് ചെയ്യില്ല, ഇതുപോലുള്ള ക്ലയൻസ് നമുക്ക് ശരിയാവില്ല. പ്ലീസ് സിംഹോ, അവർ പറഞ്ഞത് ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം നിൽക്കാം, പിന്നെ നമ്മുടെ ഡിസൈൻ ചെയ്യാം. അവർ പറയുന്നത് പോലെ മറ്റുള്ള ഡിസൈൻ നോക്കി കോപ്പി അടിക്കാൻ പറ്റില്ല. നിന്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. കടത്തിന് മേലെ കടമാകുക നമുക്ക്. ഇന്നലെ ആ സ്വിമ്മിംഗ് പൂളിന്റെ പടം നീ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി. ഫസ്റ്റ് ഈസ് ഫാസ്റ്റ് സിംഹോ, നീ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അവനാകെ വല്ലാതാകുന്നു. സോറി, ഞാൻ പോവാ. ആ കുട്ടി ഓക്കെ അല്ലേ സാർ? അതെ, അത് സ്റ്റേബിളായി. താങ്ക്സ് ടു ദാറ്റ് മാൻ. അയാൾ ട്രാഫിക്കിൽ സഹായിച്ചില്ലായിരുന്നെങ്കിൽ കാര്യം കുറച്ച് വഷളായേനെ. ആരായാൾ? എൻ്റെ ഐഡിയൽ ടൈപ്പ്. ദൈവമേ, നീ തന്നെയാണോ ഈ പറയുന്നത്? അയൺമാനും സ്പൈഡർമാനും ആയിരുന്നില്ല ഇത്രയും നാൾ നിന്റെ ഐഡിയൽ ടൈപ്പ്. ഇപ്പോൾ മഡ് ഫ്ലാറ്റ് മാൻ ആയോ? അയാളുടെ ടീഷർട്ടിൽ ഐ ലവ് മഡ് ഫ്ലാറ്റ് മാത്രമേ ഞാനും കണ്ടുള്ളൂ. എവിടെ പോയി ഇനി അയാളെ തിരയും? അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു പാഴ്സൽ വന്നത്.
അതിൽ റൈസ് കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, കൂടി ഒരു ലെറ്ററും. ഇത് മനസ്സിലായില്ലേ? ബാക്കിയുള്ളവരെ പോലെയല്ല ഞാനെന്നാ. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ മോയും. ഇയാൾക്ക് എങ്ങനെ ഒരു പേര് പിടികിട്ടി? അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കാണിച്ചത് സിംഹ കാർ നിർത്തുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് കഫേയിൽ സുക്രു ആരോമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടത്. എന്തെവിടെ? നീ എന്തെവിടെ? നമ്മൾ ഒരേ സ്ഥലത്തല്ല ജീവിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും. ശരിയാണല്ലോ, ഇങ്ങനെ നിന്റെ വഴിക്ക് പൊക്കോ. എന്നാൽ അങ്ങനെ അവൻ എങ്ങും പോയില്ലല്ലോ. അവസാനം അവൾ അവനോട് താനൊരു ജോബ് റിക്രൂട്ടറോട് സംസാരിച്ചെന്നും US പോലൊരു ജോലി ശരിയായെന്നും പറയുന്നു. സാലറി അവിടുത്തെ അത്രയും ഇല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം നിന്റെ ഡ്രീമോ? ഡ്രീമോ? വീണ്ടും ഇതേ പണിക്ക് പോകാനാണോ നീ US നിന്ന് വന്നേ? നിന്റെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ് ഞാൻ കാണുന്നില്ല. ഇതാണോ നീ ആഗ്രഹിച്ചത്? ഫ്രണ്ട്സ് ആണെന്ന് കരുതി എന്നെക്കുറിച്ചെല്ലാം അറിയാവുന്ന നീ കരുതരുത്. ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നതൊക്കെ ലക്ഷറിയാണ്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവും, നീ അത് മറന്നു അല്ലേ? അവൾക്ക് മിണ്ടാട്ടമില്ലാതെ പോകുന്നു. നാഷണൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ വിജയിച്ചതോടെ 2008 ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയിരുന്നു നമ്മുടെ സിംഹോ. അവനെ എൻകറേജ് ചെയ്യാനായി ഒരു ടവലിൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വിന്നർ എന്നൊക്കെ തുന്നി ചേർത്ത് നമ്മുടെ സർക്കിൾ ഗിഫ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രാക്ടീസിനായി പോകുന്ന വഴിക്ക് അവനൊരു ആക്സിഡന്റ് പറ്റുകയും പിന്നീട് സ്വിമ്മിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതാകുകയും ചെയ്യുന്നു. അതെ, സ്വപ്നങ്ങളുടെ കൂടെ സഞ്ചരിക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അടുത്ത ദിവസം തന്നെ സിംഹവും അവന്റെ കൊളീഗും തമ്മിലുള്ള വഴക്കൊക്കെ പറഞ്ഞു തീർക്കുന്നു. രാവിലെ എഴുന്നേറ്റ് താഴെ അടുക്കളയിലേക്ക് ഫുഡ് കഴിക്കാനും ചെയ്യുന്നതായിരുന്നു മോവും. എന്നും എൻ്റെ പൊന്നുമോളെ, ഞാൻ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ റൈസ് കേക്ക് എടുത്ത് കഴിക്കാം. ഇത് എവിടെ നിന്നാ? അപ്പുറത്തെ പുതിയ താമസക്കാരൻ തന്നതാ. കൊള്ളാമോ? കൊള്ളാം. ആ താമസക്കാരൻ നമ്മുടെ കണ്ണാടിക്കാരനായിരുന്നു. രാത്രി സ്കൂളിലുണ്ടായിരുന്ന വേസ്റ്റ് കളയാരെ പുറത്തിറങ്ങിയതായിരുന്നു ടീച്ചർ. മരത്തിന് കീഴിലിരുന്നാരെ കുഴിക്കുന്നത് കണ്ട് അവർ പേടിച്ചു പോകുന്നു. എന്താ മോളെ നീ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊരു ടൈം ക്യാപ്സുലാണ് മിസ്. അവർ താൻ ജോലി രാജിവെച്ച് വന്ന കാര്യം അവരോട് പറയുന്നു. എടുത്ത തീരുമാനത്തിൽ വിശ്വസിക്കാനും മുന്നോട്ട് പോകാനും അവരവളെ ഉപദേശിക്കുന്നു. സിംഹവും ഇവിടെ ഉണ്ട്, ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത്. അവൾ അവിടേക്ക് ചെന്നതും അവൻ എന്തോ പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടൈം ക്യാപ്സുൾ കിട്ടിയോ? അവനെ ലെറ്റർ ഉയർത്തി കാണിച്ച അവളെ നോക്കി ചിരിക്കുന്നു. രാജിങ്ങിത്താ. അവനെ തുറക്കെ വായിക്കുന്നു. ഇങ്ങി തരാൻ. അവസാനം അവനെ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടുന്നു. ഇവിടെ വൃത്തികെട്ടവനെ, എനിക്ക് വെള്ളം പേടിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ ചാടിയത്? നീന്താൻ പറ്റില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിറങ്ങുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാതിരുന്ന സമയത്ത് നീ എന്തൊക്കെയാ ചെയ്തേന്നാ? സ്വിമ്മിങ് ക്വിറ്റ് ചെയ്ത ശേഷം ആകെ ഡിപ്രഷനിലായിരുന്നു സിംഹോ. അവൻ അവന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറേ ഇല്ലായിരുന്നു. നമ്മുടെ സുക്രു ആവട്ടെ എന്നും അവന്റെ റൂമിൽ വന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അവൻ അവളെ തള്ളി പുറത്താക്കുന്നു. ഇതിലൊന്നും തളരാത്ത നമ്മുടെ നായിക ജനലിൽ കൂടി കയറാനായി ഏണിയും കൊണ്ട് വരുന്നു. മലർന്ന് വീഴാൻ തുടങ്ങി അവളെ രക്ഷിക്കുന്നതാകട്ടെ നമ്മുടെ നായകനും. അവന്റെ റൂമിൽ കയറിയതും രണ്ടും കൂടെ മുട്ടനായിട്ട് നടക്കുന്നു. അതും ഇതും പറഞ്ഞവർ അവസാനം ചീത്തവിളിയിൽ വരെ എത്തുന്നു. നിനക്ക് സമാധാനം തോന്നുന്നുണ്ടോ? ഇത്രയും മാസത്തിനിടയ്ക്ക് ഇപ്പോഴാണ് നിന്ന് സംസാരിച്ച് കേട്ടത്. അവൾ തന്റെ ബാഗിൽ നിന്നൊരു കോടാലി എടുക്കുന്നു. ഇതെന്തിനാ കോടാലി? ഇനി നീ നിന്റെ മുറി അടച്ചിട്ടാൽ ഞാൻ ഇതുകൊണ്ട് വെട്ടിപ്പൊളിക്കാം. വാതിൽ തുറന്ന് അവൾ പോകുന്നു. കോടാലിയും കൊണ്ട് വാതിൽ തല്ലി പൊളിക്കുന്ന സൈക്കോ നീ. ഈ ഒരു അറിപോരൻ സ്വഭാവമായി. ഞാനോ? ബോറോ? അവൾ വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. നീന്തൽ അറിയാത്ത അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. അവൻ വന്ന് അവളെ ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്തുന്നു. സത്യത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി കിടക്കുന്നുണ്ടല്ലേ? അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. നിനക്ക് ഇനിയും നീന്താൻ പറ്റുമായിരുന്നെങ്കിൽ നീ ആർക്കിടെക്ചർ ജോബ് ക്വിറ്റ് ചെയ്യുമായിരുന്നോ? ഇല്ല. നിനക്ക് ഇനിയും US വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ നീ പോവോ? ഇല്ല. നിന്റെ എൻഗേജ്മെന്റ് മുടങ്ങി പോവാതിരുന്നെങ്കിൽ നീ പോവായിരുന്നോ? ഇല്ല. ഓക്കെ. പരസ്പരം നോക്കുന്നു. എൻ്റെ ഓമും സുക്രുവും സിംഹവും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവർ മൂന്നുപേരും ഒരുമിച്ചാണ് ഓരോ ലെറ്റർ എഴുതി 10 വർഷത്തിന് ശേഷം എടുക്കാമെന്ന് തീരുമാനിച്ച് കുഴിച്ചിട്ടത്. സുക്രു ഞാൻ ഭാവിയിൽ സൂപ്പർ ആയിരിക്കുമെന്നൊക്കെയാണ് എഴുതിയിരുന്നത്. ഓമോ ഭാവിയിൽ സ്പൈഡർമാനെ പോലെ വളർന്നു ചെയ്യാൻ പറ്റുന്ന മെഷീനൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിലൊരു വിലസണമെന്ന്. നമ്മുടെ സിംഹുവിൻ്റെ ഇത് കുറച്ച് വ്യത്യസ്തമായിരുന്നു. 10 വർഷം, അത് കുറച്ച് നീണ്ടതാണല്ലേ? അപ്പോഴെങ്കിലും നിന്റെ മനസ്സിലുള്ളത് നീ സുക്രുവിൻ്റെ അടുത്ത് പറഞ്ഞു കാണുമോ സിംഹു?